ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു വോയിസ് ഓട്ടോ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയിൽ വോയിസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂവിയുടെ പേര് ഒരു തമിഴ് മൂവി റിബൽ എന്നാണ് മൂവിയുടെ പേര്. 2024 റിലീസ് ചെയ്ത മൂവിയായിരുന്നു. തിയേറ്റർ റിലീസ് ആയിരുന്നു, പിന്നീട് OTT റിലീസ് ചെയ്തു. അപ്പോൾ OTT റിലീസ് ചെയ്തപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ മൂവിയുടെ പേര് റിവ്യൂ എന്ന് നമ്മൾ റിബൽ എന്ന് പറഞ്ഞിരുന്നു. റിബൽ എന്ന് പറയുമ്പോൾ പ്രഭാസിൻ്റെ റിബലല്ല, ഇത് GV പ്രകാശിൻ്റെ റിബലാണ്. അപ്പോൾ റിബലിൻ്റെ ഡയറക്ഷൻ ചെയ്തത് നികേഷ് RS ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ GV പ്രകാശ്, മമിത ബൈജു, വെങ്കടേഷ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ 1980 മൂന്നാറിൽ നിന്ന് ആരംഭിക്കുന്ന സ്റ്റോറിയാണ്. അവിടെ നിന്ന് നമ്മുടെ തേയില തൊഴിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കഥാനായകൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിൽക്കുന്ന മൂന്നാർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ പ്രധാനമായും തേയില കാര്യം നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന ഒരു സാധാരണ ഫാമിലി തന്നെയാണ്. അങ്ങനെ ഇരിക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടി പാലക്കാട് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ സ്റ്റോറി മെയിനായിട്ട് നോക്കുക വെച്ചാൽ GV പ്രകാശും അതുപോലെ തന്നെ അവൻ്റെ സുഹൃത്തുക്കളും കോളേജിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ തമിഴരും അതുപോലെ തന്നെ മലയാളം തമ്മിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ പ്രധാനമായും പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ നെഗറ്റീവിൽ ഉൾപ്പെടുത്താനുള്ളത്, അതായത് അവിടുത്തെ ഇപ്പോഴും തമിഴന്മാരെ ചിന്ത, അതായത് അവരെ ഇപ്പോഴും മന്യരായിട്ടാണ് കേരളീയർ കാണുന്നത്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധിക്ക് അപ്പുറത്തും വൻ പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രകടനമാണെങ്കിലും സ്റ്റോറി ലൈൻ ആണെങ്കിൽ പോലും വൻ ദുരന്തമായിരുന്നു. എവിടെയും കാണാൻ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ഒരു എൻഗേജ്മെൻറ്റ് മാത്രം ഒന്നും തോന്നിപ്പിക്കുന്നില്ല. ഒറ്റ കാരണം വെച്ച് നമ്മൾ മലയാള സിനിമകൾ കണ്ടുള്ള വ്യക്തി തന്നെയാണ്. അതായത് പല സിനിമകളുടെ അതേ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കുലുക്കി സർബത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മെക്സിക്കൻ അപാരതയും അതുപോലെ തന്നെ ഒരു നമ്മുടെ CA എന്ന് പറയുന്ന ചിത്രവും അതുപോലെ ഡിയർ കോമ്രേഡും പല ചിത്രങ്ങളും തമ്മിലായിട്ട് മാറുമ്പോൾ എവിടെയൊക്കെയോ കണ്ടു മറന്നുള്ള മലയാള ചിത്രങ്ങൾ തന്നെയാണ്. ഒരുവിധം നല്ല നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള മലയാള ചിത്രങ്ങളെല്ലാം ഒരു മിക്സി ജാറിലിട്ട് അടിച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് റിബൽ എന്ന് പാടുള്ള മൂവിയിൽ പറയാനുള്ളത്. ഒരു തരി പ്രകടനം പോലും എവിടെയും കാഴ്ചവെക്കാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ തമിഴന്മാർ ആയിട്ടുള്ള വ്യക്തികൾ മലയാളിയായിട്ടുള്ള കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന റാഗിങ്ങും അല്ലെങ്കിൽ അവർ അനുഭവിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പോയിട്ടുള്ളത്. ഇതിൽ മമിത ബൈജു ഉണ്ട്. മമിത ബൈജു എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്തുള്ള റോള് വളരെ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വെറുപ്പിക്കലിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. മ്യൂസിക് ഗാസ്റ്റ് GV പ്രകാശ് എന്ന് പറയുന്ന നടൻ്റെ ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് മ്യൂസിക് മാത്രം പറ്റില്ല, ഒരു കാരണവശാലും അഭിനയിക്കാനുള്ള ഒരു പ്രകടനം പോലും ഇതിലില്ലായിരുന്നില്ല. അദ്ദേഹത്തിന് 3 ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടം തന്നെയായിരുന്നില്ല. ഏത് ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് മ്യൂസിക് നന്നായി ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ചെയ്യായിരിക്കും നല്ലതെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 2 മലയാളി താരങ്ങളൊക്കെയാണ് അതിൽ വില്ലന്മാരായിട്ട് വന്നിട്ടുള്ളത്. മലയാള ചിത്രങ്ങൾ കണ്ടു വളർന്നിട്ടുള്ള വ്യക്തികളാണ്. അദ്ദേഹത്തിൻ്റെ പേരുകൾ അറിയില്ല, അതുകൊണ്ട് എടുത്ത് പറയാത്തത്. നമ്മുടെ മെക്സിക്കൻ അപാരത്തെ പോലെ തന്നെ ഇതിൽ SFIയും SYFയും അതുപോലെ തന്നെ KSU എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 പാർട്ടിക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളും ലാസ്റ്റ് ഒരു പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾക്കും കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നു. പിന്നെ ഇലക്ഷൻ നിൽക്കുന്നു. അവിടെയൊക്കെ നമ്മുടെ മെക്സിക്കൻ അപാരത്തെ പോലെ തന്നെയാണ് കണ്ടു പറഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്ക് നായകൻ തിരിച്ചറിഞ്ഞ നായകൻ മറ്റൊരു പാർട്ടിക്കാരെയാണ് തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ പിന്നിലെ കൂടിയെന്നൊക്കെ പറയുന്നു. ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഇലക്ഷന് മുമ്പ് വരെ തമിഴന്മാർ വോട്ട് വേണമെന്ന് പറയുന്നു. അഥവാ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴന്മാർ നിനക്ക് വെറും വേസ്റ്റാണെന്നുള്ള ചിന്താഗതിയിലൂടെയാണ് ഇതിൽ ചോദിക്കുന്ന ചോദ്യം. ഒരു പക്ഷേ അത് തമിഴന്മാരെന്നല്ല, ഏത് വ്യക്തികളാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ച് പോയിട്ടുണ്ടാവുക. ഏതൊരു കോളേജിലാണെങ്കിലും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് അവനാ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ടെന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഡയറക്ടറുടെ ഭാവന, ഇപ്പോൾ അഭിനയിച്ചൊരു ഭാവന, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു, അങ്ങനെ ജയിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നായകൻ്റെ ഫാമിലീസിനെ ടോർച്ചർ ചെയ്യുന്നു, നായകയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് തോന്നും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ റിബൽ എന്ന് പറയുന്ന മൂവി. ഇതിൻ്റെ ഏറ്റവും വലിയ അന്യായം എന്ന് പറയാൻ സാധിക്കുക, ഇത് റിബൽ REBEL റിബൽ എന്നിട്ടുള്ള ഒരു പാട്ടും മ്യൂസിക്കും നായകൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വൻ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും റിബൽ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നത്തും ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. അതുവരെയും ബൈ ഫ്രണ്ട്സ്.